ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാക്ട് ഫൈൻഡർ PSC. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC ആവർത്തിക്കുന്ന ചില ചോദ്യങ്ങളാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃതാണ് ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി. അടുത്ത ചോദ്യം, ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ്? ഉത്തരം വെരിസെല്ല വാക്സിൻ. വെരിസെല്ല വാക്സിനാണ് ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ മഗ്നീഷ്യം ഓക്സൈഡ്, ഓപ്ഷൻ ബി കാൽസ്യം കാർബണേറ്റ്, സി ഹൈഡ്രജൻ പെറോക്സൈഡ്, ഡി നൈട്രജൻ ഓക്സൈഡ്. ആൻസർ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി? ആൻസർ നോക്കാം. താലോലം. പദ്ധതിയുടെ പേരാണ് താലോലം. അടുത്ത ചോദ്യം നോക്കാം. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ആൻസർ 8. ഉളിപ്പല്ല് 8, കോമ്പല്ല് 4, അഗ്രചർവണകം 8, ചർവണകം 12. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഡെന്റൈൽ, ഓപ്ഷൻ ബി ഇനാമൽ, സി കെരാറ്റിൻ, ഓപ്ഷൻ ഡി കൊളാജൻ. ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഇനാമലാണ്. അടുത്ത ചോദ്യം, വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ആൻസർ നോക്കാം. ആൻസർ ബോർഡറ്റെല്ല പെർട്ടൂസിസ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ്? ഉത്തരം തെങ്ങ്. തെങ്ങിന്റെ സങ്കരവർഗമാണ് ചന്ദ്രശങ്കര. അടുത്ത ചോദ്യം, ലോക വനദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം മാർച്ച് 21. ലോക വനദിനമായി ആചരിക്കുന്നത് മാർച്ച് 21-നാണ്. മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ക്വാഷിയോക്കർ. മാംസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോക്കർ. അടുത്ത ചോദ്യം, ജീവകം B12ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേതാണ്? ഉത്തരം പെർനീഷ്യസ് അനീമിയ. B12ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതാണ്? ഓപ്ഷൻ എ കോളറ, ഓപ്ഷൻ ബി ട്യൂബർക്ലോസിസ്, ഓപ്ഷൻ സി കുഷ്ഠം, ഓപ്ഷൻ ഡി ചിക്കൻ പോക്സ്. ആൻസർ നോക്കാം. ഉത്തരം ചിക്കൻ പോക്സ്. അടുത്ത ചോദ്യം, അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്രയാണ്? ഉത്തരം 78%. ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാവുന്നത്? ഉത്തരം ജീവകം സി. ജീവകം സിയുടെ അഭാവമാണ് മനുഷ്യരിലെ മോണയിലെ പഴുപ്പ്, രക്തസ്രാവം എന്നിവ ഉണ്ടാവുന്നത്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ
പേരെന്താണ്? ഉത്തരം സുകൃതം. അടുത്ത ചോദ്യം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം. ഉത്തരം കണരോഗം. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണരോഗം. അടുത്ത ചോദ്യം. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ആർദ്രം. എന്താണ് ക്യൂണിക്കൾച്ചർ? ഉത്തരം മുയൽ വളർത്തൽ. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ക്ഷയരോഗം, ഓപ്ഷൻ ബി ഡിഫ്തീരിയ, ഓപ്ഷൻ സി ആന്ത്രാക്സ്, ഓപ്ഷൻ ഡി മീസിൽസ്. ആൻസർ നോക്കാം. ഉത്തരം മീസിൽസ്. അടുത്ത ചോദ്യം. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏതാണ്? ആൻസർ നോക്കാം. ഉത്തരം ഗ്ലോബുലിൻ.